മലബാറിൻ്റെ സ്വന്തം സ്നാക്സായ ഉന്നക്കായാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊട്ട് പഴുക്കാത്തയല്ല, എന്നാൽ അധികം പഴുത്ത പഴമല്ല, ഒരു മീഡിയമായി പഴുത്ത പഴം. പിന്നെ ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഴം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ പഴം വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഞാനിവിടെ കുക്കർ ഉപയോഗിച്ചാണ് പഴം പുഴുങ്ങുന്നത്. അതിനായി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോകാതെയും കുറഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പഴം ഓരോന്നായി ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തതിൻ്റെ ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു 2-3 വിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി കോക്കനട്ട് മിക്സ് തയ്യാറാക്കാനായി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയും ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയിലെ പച്ചച്ചോയ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ലൈറ്റ് യെല്ലോ കളറായാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരൽപ്പം ഏലക്ക പൊടിച്ചത് കോക്കനട്ട് മിക്സിൽ ചേർക്കാവുന്നതാണ്. പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇനി തൊലി കളഞ്ഞ് പഴത്തിൻ്റെ ഉള്ളിലെ കറുത്ത സീഡ്സ് എടുത്ത് മാറ്റണം. കറുത്ത സീഡ്സ് എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നല്ല ചൂടോടുകൂടിയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഓരോ പഴത്തിൻ്റെയും കറുത്ത സീഡ്സ് എടുത്ത് ഞാനിവിടെ മാറ്റുന്നുണ്ട്. ഇനിയൊരു ഫോർക്ക് ഉപയോഗിച്ച് പഴം ഉടച്ചെടുക്കുകയാണ്. ചൂടോടുകൂടി തന്നെ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പഴം കട്ടിയായി പോകും. അപ്പോൾ ഉടച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴം ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഒരൽപ്പം എണ്ണ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ഉരുളകളാക്കി നമുക്ക് ഈ പഴം ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. നീളത്തിലുള്ള ഉരുളകളാണ് ഉരുട്ടിയെടുക്കേണ്ടത്. എനിക്ക് 2 പഴത്തിന് 7 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒറ്റത്തവണ 4 ഉരുളകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ടേസ്റ്റുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൽ നല്ല പോലെ എണ്ണ കുടിക്കുന്നു, പക്ഷെ ഒട്ടും കുടിക്കില്ല. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പിയായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.